ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും മിനിമലായിട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ചിക്കൻ 65 ആണ്. നല്ല ഹെൽത്തിയാണ്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു 1/2 കിലോ ചിക്കൻ എടുത്തു. നന്നായി കഴുകി വൃത്തിയാക്കി. എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടു. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഇതില്ലേ പെരുംജീരകം അതും ഇട്ടു. എന്നിട്ട് നമ്മളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിലും വേണമെങ്കിൽ വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു. അരിപ്പൊടി പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടു. എന്നിട്ട് ഇത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു അരമണിക്കൂർ ഞാൻ വീണ്ടും വെച്ചു. 20 മിനിറ്റൊക്കെ ആയാലും മതി. എന്നിട്ടൊരു പാൻ എടുത്തു. അതിലൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. 3 സ്പൂണിൻ്റെ അടുത്തേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നമ്മളെ ചിക്കൻ പീസെല്ലാം അതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ അതിനൊന്ന് ആദ്യം നമ്മളൊന്ന് സിമ്മ് ആക്കാണ്ട് ഫുൾ ഫ്ലെയിം തന്നെ ഒന്ന് കുറച്ച് നേരം വെച്ചു. പിന്നെ നമ്മളതിനെ സിമ്മാക്കി വെച്ചു ഫ്ലെയിം. എന്നിട്ടാണ് നമ്മളതിനെ ഫുൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഏകദേശം ഒന്നായി വരുമ്പം ആക്ച്വലി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നു വേണ്ടിയിരുന്നു കേട്ടോ. മാരിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴാണത് ഇട്ടത്. അത് മാരിനേറ്റിൻ്റെ സമയത്ത് തന്നെ ഇടണം കേട്ടോ, മറക്കരുത്. എന്നിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് സോട്ട് ചെയ്തൊക്കെ ഒന്ന് ആയി കഴിയുന്ന സമയത്ത് നടുവിലൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ. അതിലേക്ക് നമ്മൾ എന്തിനാ വെച്ചാൽ നമുക്ക് ഈ 65-ന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയും നമ്മുടെ കരിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഡീപ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിതിൽ എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന് നടുക്ക് എടുത്തിട്ട് എന്തെങ്കിലും സോട്ട് ചെയ്ത് അത്യാവശ്യം അത് ഫ്രൈ ആയി കിട്ടും. എന്നിട്ട് നമ്മൾ അതൊന്നായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ചിക്കനും അതും കൂടി എല്ലാം കൂടി മിക്സ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇത് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഫുൾ ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് ആ മുളകൊക്കെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. സിമ്മായി കഴിഞ്ഞ് ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.